എടുക്കാൻ പോകുന്ന 7th സ്റ്റാൻഡേർഡിലെ മാത്സ് അതിൽ 11th ചാപ്റ്റർ സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ട്രയാങ്കിൾസ് എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഡബ്ലിംഗ് ഏരിയ, ഓക്കെ, ഡബ്ലിംഗ് ദ ഏരിയ ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്താണ്, ഇത് സ്ക്വയർ ആണ് അല്ലേ. ഈ സ്ക്വയറിൻ്റെ ഈ ഒരു ഏരിയ ഉണ്ട്, ആ ഏരിയൻ്റെ ഡബിളായിട്ടുള്ള വേറൊരു സ്ക്വയർ വരയ്ക്കാനാണ് പറയുന്നത്. അതെങ്ങനെ എങ്ങനെ വരയ്ക്കുകയെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കുറേ പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ട രീതി ഫസ്റ്റ് മനസ്സിലാക്കുക. ആദ്യം നോക്കൂ, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. ഈ സ്ക്വയറിന് ഇതിലൂടെ വരച്ചാൽ കണ്ടോ, ഇത് ഇങ്ങനെ വരയ്ക്കും. ഈ മൂലയിൽ നിന്ന് എന്താണ് ഇതാ ഈ മൂലയ്ക്ക് അവിടേക്ക് ഈ മൂലയ്ക്ക് വരയ്ക്കുക. ഇതിന് ഡയഗണൽ എന്നാണ് പറയുക കേട്ടോ. ഈ മൂലയിൽ നിന്ന് ഈ കോർണറിലേക്ക്, ഈ കോർണറിൽ നിന്ന് ഈ കോർണറിലേക്ക് വരയ്ക്കുന്ന ഈ ലൈനിന് എന്താണ് ഡയഗണൽ എന്നാണ് പറയുക. അപ്പോൾ ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കുക. ഈ അതായത് ഈ സ്ക്വയറിൻ്റെ അതേ ഏരിയയുള്ള ആ ഏരിയൻ്റെ ഡബിളായിട്ടുള്ള വേറൊരു സ്ക്വയർ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഡബിളായിട്ടുള്ള ഏരിയ കേട്ടോ. അപ്പോൾ അതിനെ വരയ്ക്കേണ്ടത് എന്താ വെച്ചാൽ ഇത് ഡയഗണലാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് പെൻസിലിൻ്റെ കൂർപ്പുള്ള ഭാഗം ഇവിടെ കുത്തുക, പെൻസിലിൻ്റെ ഭാഗം ഇവിടെയും കുത്തുക. എന്നിട്ട് ഇതിൻ്റെ അളവ് കിട്ടിയല്ലോ. അപ്പോൾ എന്നിട്ട് എന്താക്കുക നമ്മൾ ചെയ്യേണ്ടത്, ഇവിടുന്ന് വേണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഒരു ആർക്കായിട്ട് കട്ട് ചെയ്യുക. കണ്ട ഈ ചിത്രത്തിൽ കണ്ടോ, ഇവിടെ കണ്ടോ, ഈ ഡയഗണൽ എടുത്തിട്ട് എന്താക്കുക, ഒന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. ആ കോമ്പസ് ഇവിടുന്ന് അളവെടുത്തല്ലോ. എന്നിട്ട് എന്താക്കുക, ഇങ്ങനെ ഇതാക്കുക, ഒരു സർക്കിളിൻ്റെ ഒരു ഭാഗം വരയ്ക്കുക ഇവിടം വരെ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ആദ്യം എന്താക്കണം, ഇത് കുറച്ച് നീട്ടി വരയ്ക്കണം കേട്ടോ ആദ്യം. എന്നിട്ട് ചെയ്യേണ്ടത് ഡയഗണലിൻ്റെ ഇത് എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക ഇങ്ങനെ. ഇനി ചെയ്യേണ്ടത് ഇവിടെ ഈ അളവ് കിട്ടിയല്ലോ, ഇതിൻ്റെ ഡബിളായി കിട്ടാനാണ്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക ഒരു ലൈന്. ഓക്കെ, എന്നിട്ട് എന്താക്കുക, ഇവിടെ കോമ്പസ് നമ്മൾ അളവ് എടുത്തിട്ടുണ്ടല്ലോ, ഇവിടെ നിന്നുള്ള ഈ അളവ്, ആ അളവിനായിരിക്കും എന്താക്കുക ഈ അളവ് അല്ലേ. പിന്നെയോ ഈ അളവ് അതന്നെയായിരിക്കും. നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നീട്ടി വരയ്ക്കുക. ഇനി ഇവിടുന്ന് കോമ്പസ് കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. പിന്നെ അതുപോലെ ഇവിടെയുള്ള നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ചത്, ഇവിടുന്ന് കോമ്പസ് കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് എന്താക്കുക ഈ ലൈനുകളൊക്കെ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പം നോക്കൂ, ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഈ ലൈൻമ തട്ടിച്ചിട്ട് ലൈൻ വരയ്ക്കുക. പിന്നെ എന്താണ്, ഇവിടുന്ന് കോമ്പസ് എടുത്തിട്ട് ഇവിടുന്ന് ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഈ അളവിനായിട്ട് ഈ ഡയഗണലിൻ്റെ അളവ് നമ്മൾ എടുത്തില്ലേ, ആ അളവിൽ തന്നെ ഇവിടുന്ന് കുത്തിയിട്ട് ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക. അതുപോലെ ഇവിടുന്ന് കുത്തിയിട്ട് ഇങ്ങോട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് അത് ജോയിൻ ചെയ്യുക. അപ്പോൾ എന്താണ്, ഈ ചെറിയ സ്ക്വയറിൻ്റെ ഡബിളായിട്ടുള്ള ഏരിയ ഉള്ള വേറൊരു സ്ക്വയർ നമുക്ക് ഇവിടെ വരയ്ക്കാൻ കഴിയും. ഓക്കെ, അപ്പം ഇങ്ങനെ രീതി മനസ്സിലായല്ലോ. ആദ്യം ഡയഗണലാണ്, അതിൻ്റെ അളവാണ് എടുക്കേണ്ടത്. എന്നിട്ട് എന്താക്കുക, അതിൻ്റെ ഡബിളുള്ള ഏരിയ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഡയഗണലായിട്ട് എന്താക്കുക, നിങ്ങൾ ഒരു ആർക്ക് കട്ട് ചെയ്യുക. അതേപോലെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് എന്താക്കുക, അതിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക, ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക, കോമ്പസ് എടുത്ത് ഇവിടെ കുത്തുക, എന്നിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക. കോമ്പസ് എടുത്ത് ഇവിടെ കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് ഇത് ജോയിൻ ചെയ്യുക തമ്മിൽ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഇതാണ് ആ ഏരിയ വരുന്നത് കേട്ടോ. ഓക്കെ, ഇത് 9 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഈ സ്ക്വയറിൻ്റെ ഏരിയ എങ്കിൽ ഈ സ്ക്വയറിൻ്റെ ഏരിയ എത്ര ആയിരിക്കും, അതിൻ്റെ ഡബിൾ പറയുമ്പോൾ 18 അല്ലേ. 18 സ്ക്വയർ സെൻറ്റിമീറ്ററുള്ള ഏരിയ ആയിട്ടുള്ള ഒരു സ്ക്വയർ ഇതായിരിക്കും. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിയോ, നൗ കാൻ യു ഡ്രോ സ്ക്വയേഴ്സ് ഓഫ് ഏരിയാസ് ആസ് ബിലോ. അപ്പോൾ എന്താണ്, ഇനി നിങ്ങൾക്ക് എന്താക്കുക, ആ ഏരിയൻ്റെ സ്ക്വയേഴ്സിൻ്റെ ഇത് വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ 32 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉള്ള ഒരു ഏരിയ, ഒരു സ്ക്വയർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 32 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉള്ള ഏരിയ വരയ്ക്കാന്ന് പറയാൻ നമുക്ക് എന്താക്കുക, സൈഡിൻ്റെ സൈഡാണല്ലോ അതിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഏത് സെയിം നമ്പറിനോട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 32 കിട്ടുക. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 32 ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 32 എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഇതൊക്കെ വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ആദ്യം ഈ 32നെ നമ്മൾ പകുതിയാക്കുമ്പോൾ എന്താണ് 16 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 32ൻ്റെ പകുതി പറയുമ്പോൾ എന്താണ് 16. അപ്പോൾ 16 എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 16 നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 4 കിട്ടും അല്ലേ. അപ്പോൾ 16 സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ഡബിൾ ആണല്ലോ, എന്താണ് അതിൻ്റെ ഡബിൾ ഏരിയ എന്ന് പറയുമ്പോൾ 32 ആയില്ലേ. അപ്പോൾ നമുക്ക് ഈ ചിത്രം വരച്ച മാതിരി നമുക്ക് വരയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെ വരയ്ക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ഏരിയ 32 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉള്ള ഏരിയ ഉള്ള ഒരു സ്ക്വയർ നമുക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ പറഞ്ഞത് സ്ക്വയർ റൂട്ട് ഓഫ് 32 പറയുമ്പോൾ അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ എന്താണ് പോയിൻ്റ് ഒക്കെ വരും. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ പകുതി എടുക്കുക അല്ലേ. അപ്പോൾ ഹാഫ് ഓഫ് ദ ഏരിയ നമുക്ക്, ഹാഫ് ഓഫ് ദ ഏരിയ പറയുമ്പോൾ എന്താണ് ഡബിൾ ഓഫ് ദ ഏരിയ ആണല്ലോ, രണ്ടെണ്ണം നമ്മളിവിടെ വരച്ചതില്ലേ, ഇതിൻ്റെ മുകളിൽ വരച്ചത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഡബിൾ നമുക്ക് വരയ്ക്കാൻ പറ്റും അല്ലേ. ആദ്യം ഹാഫിൻ്റെ വരച്ചാൽ നമുക്ക് എന്താ ഡബിളിൻ്റെ നമ്മൾ വരയ്ക്കാൻ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ 32ൻ്റെ ഹാഫ് അല്ലേ നമുക്ക് ആദ്യം കാണുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, half of the area is equal to എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. half of the
ഹാഫ് ഓഫ് ദ ഏരിയ ഈസ് ഈക്വൽ ടു എന്താ നമുക്ക് എഴുതാം ഈക്വൽ ടു 32/2 അല്ലേ 32/2 32/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 16 ആണ് അല്ലേ അപ്പോൾ 16 സെൻറ്റിമീറ്റർ സ്ക്വയറുള്ളൊരു ഏരിയ നമുക്ക് എന്താ വരയ്ക്കുക അല്ലേ 16 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അങ്ങനത്തെ അതിൻ്റെ ഒരു ഏരിയ നമ്മൾ വരയ്ക്കാം. അപ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കുക സ്ക്വയർ റൂട്ട് ആദ്യം എന്താ അതിൻ്റെ സൈഡ് കാണണം അല്ലേ. അപ്പോൾ സൈഡ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം സൈഡ് ഈസ് ഈക്വൽ ടു എന്താ സ്ക്വയർ റൂട്ട് ഓഫ് എന്താ 16 അല്ലേ. സ്ക്വയർ റൂട്ട് ഓഫ് 16 എന്ന് പറഞ്ഞാൽ എത്രയാണ് 4 അല്ലേ 4 സെൻറ്റിമീറ്റർ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 60 എന്ന് പറഞ്ഞാൽ എത്രയാണ് 4 സെൻറ്റിമീറ്റർ. ഓക്കെ ദെൻ അപ്പോൾ നമുക്ക് എന്താ പറയുക ഞാൻ എഴുതിയെടുക്കാൻ പറഞ്ഞാൽ സ്ക്വയർ റൂട്ടൊക്കെ നിങ്ങൾ എഴുതിയെടുത്തിരുന്നോ? ഇതിന് ലിങ്ക് ചെയ്യാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ അതായത് കഴിഞ്ഞ ഭാഗത്തുള്ള ഇതിൻ്റെ ലിങ്ക് കാണുക കേട്ടോ. അതിൽ ഞാൻ സ്ക്വയർ റൂട്ടിൻ്റെ ഒക്കെ തന്നിരുന്നില്ലേ. അപ്പോൾ അവർക്ക് കുറച്ച് പഠിക്കുക കേട്ടോ 20 വരെയുള്ളത് പഠിക്കുക. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 60 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ നമുക്ക് സൈഡ് 4 കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്താക്കുക 4 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയർ വരയ്ക്കുക. എങ്ങനെ വരയ്ക്കുക നമുക്കറിയുന്നതാണ് അല്ലേ. അത് സ്കെയിലെടുക്കുക എന്നിട്ട് എന്താക്കുക അതിൽ 4 സെൻറ്റിമീറ്റർ വരയ്ക്കുക ഒരു സൈഡ് വരയ്ക്കുക. പിന്നെ എന്താക്കുക 90 ഡിഗ്രിയിൽ 4 സെൻറ്റിമീറ്റർ മുകൾക്കും സൈഡിലും ഒക്കെ വരയ്ക്കുക അല്ലേ. നമുക്ക് ആദ്യം എന്താണ് 4 സെൻറ്റിമീറ്റർ അളവിൽ എന്താക്കുക ഒരു ലൈൻ ആദ്യം താഴെ വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക സെറ്റ് സ്ക്വയർ എടുത്തിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് 90 ഡിഗ്രിയിൽ എന്താക്കുക ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് 4 സെൻറ്റിമീറ്റർ ഇവിടെ എടുക്കുക. അതേപോലെ എന്താക്കുക ഈ ഭാഗത്തും എടുക്കുക എന്നിട്ട് വരയ്ക്കുക. ഓക്കെ അപ്പോൾ നോക്കൂ നമ്മൾ ഇങ്ങനെ ഒരു 4 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയർ വരച്ചു അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്താണ് 16 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അല്ലേ. അത് നമുക്ക് എന്താ വരച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് വേണ്ട എന്താണ് 32 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉള്ള ഏരിയ ഉള്ള ഒരു സ്ക്വയർ ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ 16ൻ്റെ ഡബിൾ ആണുള്ള 32. അപ്പോൾ നമുക്ക് എന്താക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡയഗണലിൻ്റെ അളവ് ആദ്യം എടുക്കുക അല്ലേ. കോമ്പസ് എടുത്തിട്ട് ഇവിടുന്ന് ഇവിടേക്ക് ഈ കോർണറിലേക്കുള്ള അളവ് ആദ്യം എടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് ടീച്ചർ കാണിച്ചിട്ട് ചെയ്ത് നോക്കുക. ഇനി എന്താ ചെയ്യേണ്ടത് ആദ്യം ആർക്കിൻ്റെ എന്താണ് ഡയഗണൽ എടുത്തു അല്ലേ. ഇനി എന്താണ് ഇവിടേക്ക് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു എക്സ്റ്റെൻഡ് ചെയ്യുക ഈ ലൈന് അല്ലേ. ഈ 4 സെൻറ്റിമീറ്റർ ഇതിന് കറക്റ്റായിട്ട് കുറച്ച് എന്താണ് നീട്ടിയത് ലൈനായിട്ട് വരയ്ക്കുക. ഓക്കെ ഇനി എന്താ ചെയ്യേണ്ടത് ഈ ഡയഗണലിൻ്റെ ഈ അളവിൽ കോമ്പസ് എടുത്തിട്ട് ഇങ്ങനെ ഒരു ആർക്ക് കട്ട് ചെയ്യാം. ഓക്കെ ഇനി അങ്ങനെ ചെയ്തതിന് ശേഷം എന്താക്കുക നമുക്ക് റൈറ്റ് ആംഗിളിൻ്റെ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് എന്താക്കുക ഈ പോയിന്റിൽ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഈ ലൈനിൽ ചെയ്യുന്ന അതിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതുപോലെ ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണല്ലോ ഇവിടെ നമ്മൾ ഈ ആർക്ക് കട്ട് ചെയ്തിരിക്കുന്ന ഇവിടേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ ഇനി എന്താ ചെയ്യേണ്ടത് ഈ ഭാഗത്തും ഇങ്ങനെ സെറ്റ് സ്ക്വയർ 90 ഡിഗ്രീൻ്റെ ഇതിൽ എന്താക്കുക സ്ട്രെയിറ്റ് ആയിട്ട് നേരിട്ട് മേലോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ ഇനി എന്താ ചെയ്യേണ്ടത് നമ്മൾ ഈ ഡയഗണലിൻ്റെ അളവ് തന്നെയാണല്ലോ ഇത് നോക്കൂ ആണ് അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത് ഈ അളവും ഡയഗണലിൻ്റെ അളവ് തന്നെയാണല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കോമ്പസിൽ ഈ ആർക്ക് എടുത്ത് ഈ ഡയഗണലിൻ്റെ അളവ് എടുത്തില്ലേ അത് ഇവിടെ കോമ്പസ് കുത്തിയിട്ട് എന്താക്കുക ഇതിലേക്കൊരു ആർക്ക് കട്ട് ചെയ്യുക. ഇവിടുന്ന് എന്താക്കുക ആർക്ക് കട്ട് ചെയ്യുക അല്ലേ. അങ്ങനെ കട്ട് ചെയ്തിട്ട് എന്താക്കുക ഇതങ്ങ് ജോയിൻ ചെയ്താൽ മതി. കണ്ടോ ഡയഗണലിൻ്റെ ഈ പോയിൻ്റാണ് കേട്ടോ. പെൻസിലിൻ്റെ ഭാഗം ഇവിടെ കുത്തുക കോർപ്പ് ഭാഗം ഇവിടെ കുത്തുക എന്നിട്ട് അതങ്ങനെയാണ് ഡയഗണലിൻ്റെ അളവ് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് കുത്തിയിട്ട് ഇവിടെ അങ്ങോട്ട് ആർക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് എന്താക്കുക ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ജോയിൻ ചെയ്യുക ഇവിടുന്ന് ഇങ്ങോട്ടും ജോയിൻ ചെയ്യുക. അപ്പോൾ കണ്ടല്ലോ നമുക്കൊരു 32 സെൻറ്റിമീറ്റർ സ്ക്വയറിലുള്ള ഒരു സ്ക്വയർ കിട്ടി അല്ലേ. ഏരിയ 32 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ നമുക്ക് കിട്ടി അല്ലേ. ഇവിടെ നോക്കൂ സ്ക്വയർ റൂട്ട് ഓഫ് 1 ഇത് നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. അത് എഴുതി വെക്കണേ. ഇത് നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എക്സാമിനൊക്കെ എഴുതുമ്പോൾ എന്താണ് സിമ്പിളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. കിട്ടുന്ന രീതി എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 എങ്ങനെ 1 × 1 ആണല്ലോ 1. അപ്പോൾ 1 ഇത് എഴുതണമെന്നില്ല എന്താണ് ഈ സ്ക്വയർ റൂട്ടിൻ്റെ എഴുതുക കേട്ടോ. ഓക്കെ ഇത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 × 2 ആണല്ലോ 4. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 2 ആണ് കേട്ടോ. ദെൻ സ്ക്വയർ റൂട്ട് ഓഫ് 9 3 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 16 4 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 25 5 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 36 6 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 49 7 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 64 8 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 9 81 എത്രയാണ് 9 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 100 10 ആണ്. ഓക്കെ ഇത് എഴുതി വെക്കുക. പിന്നെ അതുപോലെ എന്താണ് ഈ 11 × 11 121 ആണല്ലോ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 121 എന്താണ് ഒരു 11 എഴുതിയാൽ മതി. ഓക്കെ സ്ക്വയർ റൂട്ട് ഓഫ് 121
11 അല്ലേ. ഈ സ്ക്വയർ റൂട്ട് ഓഫ് 144 എത്രയാണ്? 12. ഓക്കെ. സ്ക്വയർ റൂട്ട് ഓഫ് 169 എത്രയാണ്? 13. സ്ക്വയർ റൂട്ട് ഓഫ് 196 14. സ്ക്വയർ റൂട്ട് ഓഫ് 225 15. സ്ക്വയർ റൂട്ട് ഓഫ് 256 16. സ്ക്വയർ റൂട്ട് ഓഫ് 289 17 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 324 എത്രയാണ്? 18 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 361 എത്രയാണ്? 19 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 400 എത്രയാണ്? 20 ആണ് കേട്ടോ. ഇനി വേറെ പഠിക്കുകയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 625 ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 625 എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ് കേട്ടോ. 25 × 25 ആണല്ലോ 625. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 625 എന്ന് പറയുമ്പോൾ 25 ആണ് കേട്ടോ. ഇത് നിങ്ങൾ എഴുതി വെക്കുക, പഠിക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്താണ് എക്സാമിനൊക്കെ എഴുതുമ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഇത് കിട്ടുന്ന രീതി എങ്ങനെയാണ്? നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താലും കിട്ടും കേട്ടോ. ഓക്കെ. ആണ് 50 സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ 50 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് രണ്ടാമത്തത് അല്ലേ. അപ്പോൾ 50 സ്ക്വയർ സെൻറ്റിമീറ്ററുള്ള ഒരു ഏരിയ വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ 50 സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാനും ബുദ്ധിമുട്ടാണ് അല്ലേ. സോ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിൻ്റെ ഹാഫ് ഓഫ് ദ ഏരിയ കാണുക ആദ്യം അല്ലേ. ഹാഫ് ഓഫ് ദ ഏരിയ പറയുമ്പോൾ എന്താ? ഇതിൻ്റെ പകുതി അല്ലേ. 50/2 50/2 എന്ന് പറഞ്ഞാൽ 25. അപ്പോൾ 25 സ്ക്വയർ സെൻറ്റിമീറ്ററുള്ള ഒരു ഏരിയ ആദ്യം, സ്ക്വയറിൻ്റെ ഏരിയ ആദ്യം കാണുക അല്ലേ. ആ സ്ക്വയർ ആദ്യം വരയ്ക്കുക. അത് വരച്ചതിന് ശേഷം എന്താക്കുക? അതിന് ഡബിൾ അങ്ങ് വരച്ചാൽ പോരെ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ സൈഡ് കിട്ടേണ്ട ആദ്യം. അപ്പോൾ നമുക്ക് സൈഡ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 25. അപ്പോൾ നമുക്ക് ആദ്യം സൈഡ് കണ്ടുപിടിക്കാം. സൈഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് 25 അല്ലേ. സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറയുമ്പോൾ 5 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ 5 സെൻറ്റിമീറ്ററിൽ ആദ്യം എന്താക്കുക? സൈഡിലുള്ളൊരു സ്ക്വയർ ആദ്യം വരയ്ക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് ആ സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും? 25 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക? ആ സ്ക്വയറിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിച്ചാൽ അതിൻ്റെ ഡബിൾ വരയ്ക്കാൻ നമുക്കറിയാലോ. ഡയഗണൽ എടുത്തിട്ട് വരയ്ക്കുക അല്ലേ. നമുക്ക് നോക്കാം എങ്ങനെ വരയ്ക്കുന്നു എന്നുള്ളത്. ആദ്യം നമ്മൾ എന്താക്കുക? പെൻ സ്കെയിൽ എടുത്തിട്ട് 5 സെൻറ്റിമീറ്റർ അളവിൽ ആദ്യം വരച്ചു. പിന്നെ എന്താക്കുക? 90 ഡിഗ്രിയുള്ള ഒരു സെറ്റ് സ്ക്വയർ എടുത്തിട്ട് മേലോട്ടേക്ക് 5 സെൻറ്റിമീറ്റർ അളവിൽ വരച്ചു. അതേപോലെ ഈ ഭാഗത്തും 5 സെൻറ്റിമീറ്റർ അളവിൽ വരച്ചു. എന്നിട്ട് അങ്ങ് ജോയിൻ ചെയ്തു. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5 സെൻറ്റിമീറ്റർ സൈഡിലുള്ളൊരു എന്താണ്? സ്ക്വയർ വരച്ചു അല്ലേ. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്താണ്? 25 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണല്ലോ. ഇനി നമുക്ക് എന്താക്കാം? 50 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ 25ൻ്റെ ഇരട്ടിയാണല്ലോ 15. അപ്പോൾ അതിൻ്റെ ഡബിൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ഡയഗണൽ അല്ലേ. ഡയഗണൽ അളവ് എടുക്കുക അല്ലേ. എന്നിട്ട് എന്താക്കുക? ഒരു ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കോമ്പസിനോട് ഒരു ആർക്ക് ഇങ്ങോട്ട് കട്ട് ചെയ്യുക. അതിൻ്റെ ഇപ്പോൾ എന്താക്കുക? പിന്നെ ഇവിടുന്ന് നേരിട്ടിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇത് നീട്ടി വരയ്ക്കുക, എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഈ 5 താഴെയുള്ള ഈ ലൈനിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ച് നീട്ടി വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക? അങ്ങനെ ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ. കണ്ടോ? ഇങ്ങനെ അങ്ങ് കോമ്പസ് എടുത്തിട്ട് ഇങ്ങനെ ആർക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഡോട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് താഴോട്ടേക്ക് ജോയിൻ ചെയ്യുക. എന്നിട്ട് എന്താക്കുക? ഇവിടെയും ഡോട്ട് കൊടുത്ത് ഇതും ജോയിൻ ചെയ്യുക. ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് കോമ്പസ് എടുത്തിട്ട് ഇവിടുന്ന് കുത്തിയിട്ട് ഇവിടെ അളന്നിട്ടാണ് ഇത് വരച്ചിരിക്കുന്നത്. ആ അളവിൽ തന്നെ എന്താക്കുക? ഇവിടുന്ന് ഒന്നെങ്കിൽ നേരിട്ടിട്ട് എന്താക്കുക? മേലോട്ടേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഇവിടുന്ന് ആർക്ക് കട്ട് ചെയ്യുക. അല്ലെങ്കിൽ എന്താക്കുക? ഇവിടുന്ന് കോമ്പസ് കുത്തിയിട്ട് ഇങ്ങനെ ആർക്ക് ഇവിടെയും കട്ട് ചെയ്യുക. ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് അത് തമ്മിൽ അങ്ങ് ജോയിൻ ചെയ്യുക. ഓക്കെ. കോമ്പസ് എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് കൂട്ടി യോജിപ്പിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താക്കി? ഈ 25 സെൻറ്റിമീറ്റർ സ്ക്വയറിൻ്റെ ഇരട്ടിയുള്ള ഏരിയ ഉള്ള ഒരു സ്ക്വയറാണല്ലോ ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ 25ൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എത്രയാണ്? 15 സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഈ എന്താണ്? സ്ക്വയറാണ് എന്ത്? 15 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ. ഓക്കെ. മനസ്സിലായല്ലോ. അതേപോലെ മറ്റേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 12.5 സ്ക്വയർ സെൻറ്റിമീറ്ററുള്ള ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 12.5 സ്ക്വയർ സെൻറ്റിമീറ്ററിൻ്റെ ഏരിയ ഉള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് എന്താക്കുക? അതിൻ്റെ ആദ്യം ഹാഫ് കണ്ടുപിടിക്കുക. അപ്പോൾ ഹാഫ് ഓഫ് ദ ഏരിയ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആ സ്ക്വയറിൻ്റെ ഹാഫ് ഓഫ് ദ ഏരിയ ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് എന്താക്കുക? നമുക്ക് ഒരു ഏരിയ വരച്ചിട്ട് അതിൻ്റെ ഡബിൾ എടുത്താൽ നമുക്ക് 12.4 സ്ക്വയർ സെൻറ്റിമീറ്ററുള്ള ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കാൻ പറ്റും. ആദ്യം നമുക്ക് ഹാഫ് ഓഫ് ദ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ എന്തൊക്കെ? മൂന്നാമത്തതാണ് 12.5 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഹാഫ് ഓഫ് ദ ഏരിയ അധികം കാണുക. അപ്പോൾ 12.5/2 അല്ലേ. ഹാഫ് എന്ന് പറയുമ്പോൾ പകുതിയാണല്ലോ. അപ്പോൾ /2 ചെയ്യുക. അപ്പോൾ 12.5 / 2 ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6.25 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അല്ലേ. ഇനി എന്താക്കുക? ഈ സ്ക്വയർ എന്താക്കുക? നമുക്ക് ഈ സ്ക്വയറിൻ്റെ അതായത് ഈ ഏരിയ ഉള്ളൊരു സ്ക്വയർ നമുക്ക് വരയ്ക്കണം. അതിന് ഏരിയ വരയ്ക്കണമെങ്കിൽ എന്താണ്? ആദ്യം നമുക്ക് സൈഡ് കിട്ടണം അല്ലേ. അപ്പോൾ ആദ്യം എന്താക്കുക? നമുക്ക് സൈഡ് കാണുക. അപ്പോൾ സൈഡ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 6.25.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 6.25 സ്ക്വയർ സെൻറ്റിമീറ്റർ. അല്ലെങ്കിൽ സൈഡ് കാണുമ്പോൾ എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് 6.25. ഇവിടെ പോയിന്റ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് എന്താക്കുക, പോയിന്റ് ഒഴിവാക്കാൻ എന്താക്കുക, നമുക്ക് പോയിന്റ് ഉണ്ട് ഇത്ര നമ്പറാണ് നോക്കല്ലേ 1 2. അപ്പോൾ എന്താക്കുക, ഈ നമ്പർ അങ്ങോട്ട് ആദ്യം ചെയ്ത് 625 ബൈ ഡിനോമിനേറ്റർ അടിയിൽ എന്താ എഴുതേണ്ടത് 1 എന്നിട്ടിട്ട് പോയിന്റ് ഉണ്ട് ഇത്ര നമ്പർ ഇട്ട് നോക്കുക 1 2. അപ്പോൾ 2 0 ഇട്ട് കൊടുക്കുക അല്ലേ ഡിനോമിനേറ്ററിൽ. അപ്പോൾ 625 ബൈ 100 എന്നായി. ഓക്കെ, ദെൻ നമുക്ക് എന്താക്കുക, സ്ക്വയർ റൂട്ട് ഇത് രണ്ടിനും ബാധകമാണല്ലോ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 625 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 100 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 625 ഇങ്ങനെ കാണും നമുക്ക്. എന്താണ് ടീച്ചർ പറഞ്ഞ അതിൽ നോക്കുക കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിലുള്ള ഇതിന് ലാസ്റ്റ് ഞാൻ തന്നിട്ടുണ്ട് സ്ക്വയർ റൂട്ടിൻ്റെ ഓരോ വാല്യൂസും, അത് നിങ്ങൾ പഠിക്കണേ. അപ്പം എന്താക്കുക 625 അല്ലെങ്കിൽ നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് എന്താക്കുക ഡബിളാക്കി ചെയ്യാം. അപ്പോൾ 625ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ് 25 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കുക 625ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ 25, 100ൻ്റെ സ്ക്വയർ റൂട്ട് പറയുമ്പോൾ 10. ഓക്കെ, അപ്പോൾ 25 ബൈ 10 എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം, 25 ആദ്യം എഴുതുക, അടിയിൽ എത്ര 0 ഉണ്ട് നോക്കാം, ഡിനോമിനേറ്ററിൽ എത്ര 0 ഉണ്ട് 1. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് 1 എന്നിട്ട് അവിടെ എന്താക്കുക ഒരു പോയിന്റ് ഇടുക അല്ലേ. അപ്പോൾ 2.5 സെൻറ്റിമീറ്റർ ആണ് എന്ത് നമ്മളെ സൈഡ് അല്ലേ. ഇനി 2.5 സെൻറ്റിമീറ്ററുള്ളൊരു ഏരിയ വരയ്ക്കണം നമുക്ക്, സ്ക്വയർ വരയ്ക്കണം. അപ്പോൾ 2.5 സെൻറ്റിമീറ്ററുള്ള ഒരു ഏരിയ നമുക്ക് ഇങ്ങനെ എന്താണ് സൈഡിലുള്ള ഒരു സ്ക്വയർ എങ്ങനെ വരയ്ക്കുക, ആദ്യം എന്താക്കുക 2.5 സ്കെയിലെടുത്തിട്ട് നിങ്ങളൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക പെർപെൻഡിക്കുലറായിട്ട് 2 ഭാഗം പെർപെൻഡിക്കുലറായിട്ടും 2.5 വളർന്നിട്ട് വരച്ചിട്ട് എന്താണ് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു 2.5 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയർ നമുക്ക് വരയ്ക്കും. അതിൻ്റെ ഏരിയ എത്രയാണ് 6.25 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ഇതാ ഇങ്ങനെ അധികം ഒരു സ്ക്വയർ വരയ്ക്കുക. ഓക്കെ, ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 6.25 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ 2.5 എന്ന് പറഞ്ഞാൽ ഈ അടിയത്തെ ഈ ലൈൻ എന്താക്കുക എക്സ്റ്റെൻഡ് ആക്കി വരയ്ക്കുക അല്ലെ, കുറച്ച് നീട്ടി അങ്ങ് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് എന്താക്കുക കോമ്പസ് എടുത്തിട്ട് ഇതിൻ്റെ ഡയഗണൽ ഇവിടേക്ക് എന്താക്കുക എന്താക്കുക ഒരു ആർക്ക് ഇങ്ങോട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് എന്താക്കുക ഈ ആർക്ക് കട്ട് ചെയ്തെടുത്തൊരു പോയിന്റ് ഇട്ടിട്ട് നല്ലൊരു ലൈൻ കട്ടിയിൽ ഡാർക്കായിട്ട് ലൈൻ വരയ്ക്കുക. പിന്നെ എന്താക്കുക ഇവിടുന്ന് ഈ ഇതിലേക്കും കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ ചെയ്ത് ഇനി ഞാൻ ചെയ്യേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പെർപെൻഡിക്കുലറായിട്ട് സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്ത് വരയ്ക്കുക അല്ലേ. എന്നിട്ട് ഇതിലേക്ക് കൂട്ടി യോജിപ്പിക്കുക. ഇനി നമ്മൾ അങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് ഈ ലൈൻ എടുത്ത് വരച്ചതിന് ശേഷം നിങ്ങൾ കോമ്പസ് എടുത്തിട്ട് ഈ ലൈന് അളവ് മെഷർ ചെയ്യുക. എന്നിട്ട് ഇവിടെ കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് ജോയിൻ ചെയ്യുക. എന്നിട്ട് ഇത് ജോയിൻ ചെയ്യുക. കണ്ടോ, ഇതേപോലെ അങ്ങ് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എത്രയാണ്, ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 12.5 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഹാഫ് കിട്ടിയതിൻ്റെ ഡബിൾ നമുക്ക് വരയ്ക്കാൻ അറിയാമല്ലോ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ആർക്ക്, അതായത് ഇതിൻ്റെ ഡയഗണലാണ് അളവ് അല്ലേ. എന്നിട്ട് അങ്ങനെ മെഷർ ചെയ്തിട്ട് കോമ്പസ് എടുത്ത് മെഷർ ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് ഓരോ ഈ സ്ക്വയറിൻ്റെയൊക്കെ വെർട്ടെക്സ് നമുക്ക് കിട്ടും. എന്നിട്ട് അത് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് 24 1/2 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉള്ളൊരു ഏരിയ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഏരിയ ആണ്. അപ്പോൾ അതിൻ്റെ സൈഡ് കണ്ടുപിടിക്കാൻ സ്ക്വയർ റൂട്ട് ഓഫ് 24 1/2 എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഹാഫ് കാണാം. അപ്പോൾ ഇങ്ങനെ തന്നാൽ നിങ്ങൾ ഹാഫാണ് ആദ്യം കാണുന്നത് കേട്ടോ, ഹാഫ് ഓഫ് ദ ഏരിയ കാണുക. അപ്പോൾ ഹാഫ് ഓഫ് ദ ഏരിയ കണ്ടാൽ നമുക്കൊരു സ്ക്വയർ വരയ്ക്കാൻ പറ്റില്ല, ആ സ്ക്വയറിൻ്റെ ഡബിൾ വരയ്ക്കാനേ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിൻ്റെ ഹാഫ് ഓഫ് ദ സ്ക്വയർ കാണുക. എങ്ങനെ കാണാം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഹാഫ് ഓഫ് ദ ഏരിയ കണ്ടില്ലേ, 24 1/2 ഡിവൈഡഡ് ബൈ 2 അല്ലേ. ബൈ 2 ആണെന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 2 തന്നെയല്ലേ. അപ്പോൾ ഈ 24 1/2 നമ്മൾ സാധാ ഫ്രാക്ഷനിലേക്ക് ആക്കി അല്ലേ. അപ്പോൾ സൈഡത്തും താഴത്തും കൂടി ഇൻറ്റു ചെയ്തു 24 × 2 പ്ലസ് മുകളിലത്തെ അല്ലേ. അപ്പോൾ 24 × 2 എത്രയാണ് 48 പ്ലസ് 1 49/2. പിന്നെ ഈ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ ഇത് അല്ലേ. അപ്പോൾ 49/2 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ദെൻ 49/2 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ ഇൻറ്റു ആകുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ അല്ലേ, 2/1 എന്നുള്ളത് 1/2. ഓക്കെ, 2/1 എന്ന് പറഞ്ഞാൽ 2 തന്നെയല്ലേ. അപ്പോൾ 1/2 എന്ന് എഴുതുക അല്ലേ. അപ്പോൾ 49/2 × 1/2, ദെൻ 49 × 1 49/2 × 2 4 അല്ലേ. അപ്പോൾ 49/4 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉണ്ട് ഹാഫ് ഓഫ് ദ ഏരിയ എന്ന് പറയുന്നത് അല്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഈ ഹാഫ് ഓഫ് ദ ഏരിയ ഈ സ്ക്വയറിൻ്റെ ഈ ഏരിയ ഉള്ള സ്ക്വയർ നമുക്ക് വരയ്ക്കണം അല്ലേ. അത് നമുക്ക് സൈഡ് കിട്ടണ്ടേ. അപ്പോൾ സൈഡ് നമുക്ക് എങ്ങനെ കാണുക, സൈഡ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 49/4 അല്ലേ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 49/4 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് സൈഡ് കിട്ടുന്ന സ്ക്വയർ റൂട്ട് ഓഫ് 49/4 എന്നല്ലേ ഇസ് ഈക്വൽ ടു എന്താണ്, ഈ സ്ക്വയർ റൂട്ട് മുകളിലും താഴത്തും ബാധകമാണല്ലേ. അപ്പോൾ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 49/സ്ക്വയർ റൂട്ട് ഓഫ് 4 അല്ലേ. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് 49 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 7 × 7 അല്ലേ 49. അപ്പോൾ 7 അല്ലേ, ഒരു 7 എഴുതുക ബൈ
4 എന്ന് പറഞ്ഞാൽ എത്രയാണ് 2 × 2 ആണ് അല്ലേ. അപ്പോൾ 2 × 2 പറയുമ്പോൾ എന്താണ് √4 എന്ന് പറയുമ്പോൾ 2 അല്ലേ. അപ്പോൾ 7/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 3.5 സെൻറ്റിമീറ്റർ അല്ലേ. = 3.5 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. സൈഡ് നമുക്ക് 3.5 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് 3.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയില്ല സൈഡ്. ഇനി നമുക്ക് എന്താക്കുക, സ്കെയിൽ എടുക്കുക, പെൻസിൽ എടുക്കുക, എന്നിട്ട് എന്താക്കുക സ്കെയിൽ 3.5 സെൻറ്റിമീറ്ററുള്ള ഒരു സൈഡ് ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക അതുപോലുള്ളൊരു സ്ക്വയർ വരയ്ക്കുക. 3.5 സെൻറ്റിമീറ്ററുള്ള ഒരു സൈഡിലുള്ളൊരു സ്ക്വയർ വരയ്ക്കുക. അങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ ആദ്യം 3.5 സെൻറ്റിമീറ്റർ അളന്നെടുക്കുക. എന്നിട്ട് എന്താക്കുക പെർപെൻഡിക്കുലർ ആയിട്ടുള്ള അതായത് 90 ഡിഗ്രിയുള്ള സെറ്റ് സ്ക്വയർ എടുത്തിട്ട് 3.5 മേലോട്ടും വരയ്ക്കുക. അതുപോലെ ഇവിടെയും ഈ ഭാഗത്ത് എന്താക്കുക നിങ്ങൾ 3.5 അടയാളപ്പെടുത്തിയിട്ട് കൂട്ടി യോജിപ്പിക്കുക. ഓക്കെ, അപ്പോൾ 3.5 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയർ നമ്മളിപ്പോൾ വരച്ചു അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് 49/4 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇതിൻ്റെ ഡബിൾ ആയിട്ടുള്ള ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡബിൾ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് ഓഫ് ദ ഏരിയ ആണിത് 49/4 അല്ലേ. അപ്പോൾ 24 1/2 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉള്ള ഒരു ഏരിയ ഉള്ള സ്ക്വയർ വരയ്ക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, അതിൻ്റെ ഡയഗണൽ അല്ലേ, ഡയഗണൽ എടുക്കണം. പിന്നെ എന്താക്കുക ഈ ലൈൻ അടിയിലുള്ള ഈ ലൈൻ എന്താക്കണം എക്സ്റ്റെൻഡ് ചെയ്ത് നീട്ടി അങ്ങ് വരയ്ക്കുക അല്ലേ. എന്നിട്ട് എന്താക്കുക നിങ്ങൾ കോമ്പസ് എടുത്തിട്ട് ഈ ഡയഗണൽ അളന്നിട്ട് എന്താക്കുക ഇവിടെ നിന്നിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് എന്താക്കുക കോമ്പസ് എടുത്തിട്ട് എന്താക്കുക അങ്ങനെ ആർക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് ഈ ലൈൻ എന്താക്കുക ഇവിടെ ഈ ഒരു വെർട്ടെക്സ് അല്ലേ ഒരു ഡോട്ട് ഇടുക. എന്നിട്ട് എന്താക്കുക ഇതിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എന്താക്കുക പ്രൊട്രാക്ടർ എന്താണ് ഈ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് എന്താക്കുക പെർപെൻഡിക്കുലർ ആയിട്ട് ഇതിലേക്ക് ഇവിടെ ജോയിൻ ചെയ്യുക അല്ലേ. ലൈൻ വരച്ചിട്ട് എന്താക്കുക ഇത് കൂട്ടിമുട്ടുന്നെടുത്തിട്ട് വെർട്ടെക്സ് ആക്കിയിട്ട് ഇതൊക്കെ ഒരു ലൈൻ ജോയിൻ ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക അല്ലേ. എന്നിട്ട് എന്താക്കുക ഇവിടുത്തെ ഈ ഡയഗണലിൽ മെഷർ ചെയ്തിട്ട് ഇവിടെ ഈ കോമ്പസിനെ നീഡിൽ കുത്തിയിട്ട് എന്താക്കുക ഇവിടേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് എന്താക്കുക ഇവിടുന്ന് ഈ വെർട്ടെക്സിന്ന് ഈ വെർട്ടെക്സിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് എന്താക്കുക ഇതങ്ങ് ജോയിൻ ചെയ്യുക. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ ഡബിൾ ആയിട്ടുള്ള ഏരിയ ഉള്ള ഒരു സ്ക്വയർ നമ്മൾ വരച്ചില്ലേ. അപ്പോൾ നമുക്ക് ഒരു ഹാഫ് ഓഫ് അതായത് ഒരു സ്ക്വയർ ഒരു അളവ് തന്നിട്ട് അതിൻ്റെ ഒരു ഏരിയ തരും. ആ ഏരിയ തന്നിട്ട് ആ അളവുള്ള ഒരു സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ആദ്യം അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കാൻ കഴിയുമോ നോക്കുക. ഇല്ലെങ്കിൽ എന്താക്കുക അതിൻ്റെ പകുതി എടുക്കുക, ഹാഫ് ഓഫ് ദ ഏരിയ എടുക്കുക. എന്നിട്ട് ഹാഫ് ഓഫ് ദ ഏരിയ പറയുമ്പോൾ /2 അല്ലേ, അങ്ങനെ വെച്ച് ചെയ്യുക. എന്നിട്ട് എന്താക്കുക ആ ഏരിയ കിട്ടിയ ശേഷം അതിൻ്റെ സൈഡ് കണ്ടിട്ട് ആ സൈഡിൽ വെച്ചിട്ട് എന്താക്കുക ഹാഫ് ഓഫ് ദ ഏരിയൻ്റെ ഒരു സ്ക്വയർ വരയ്ക്കുക. അതിനുശേഷം എന്താക്കുക അതിൻ്റെ ഡയഗണൽ എടുത്തിട്ട് എന്താക്കുക അങ്ങനെ ആർക്ക് കട്ട് ചെയ്യുക. ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ആർക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് എന്താക്കുക പെർപെൻഡിക്കുലർ ആയിട്ട് സ്ട്രെയിറ്റ് മേലോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ എന്താണ് ഒരു വെർട്ടെക്സ് ആയിട്ട് ഡോട്ട് ഇടുക. എന്നിട്ട് പിന്നെ ഈ ലൈൻ ഇവിടുത്തെ എക്സ്റ്റെൻഡ് ചെയ്യണം അല്ലേ. എന്നിട്ട് എന്താക്കുക ഇവിടെയും ഡോട്ട് ഇടുക. എന്നിട്ട് ഇത് ജോയിൻ ചെയ്യുക. പിന്നെ എന്താ ചെയ്യേണ്ടത്, ഈ ഡയഗണലിൻ്റെ ഈ അളവെടുത്തിട്ട് കോമ്പസിൽ അളവെടുത്തിട്ട് ഇവിടുന്ന് നീഡിൽ കുത്തിയിട്ട് ഇവിടുന്ന് ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഇവിടുന്നും വേണമെങ്കിൽ എന്താക്കുക ആർക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് എന്താക്കുക ഇത് ജോയിൻ ചെയ്തിട്ട് ഇത് ഇങ്ങോട്ടേക്കും ജോയിൻ ചെയ്യുക, ഇത് ഇങ്ങോട്ടും ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കും ഈ ചെറിയ സ്ക്വയറിൻ്റെ ഏരിയൻ്റെ ഡബിളുള്ള വേറൊരു സ്ക്വയറിൻ്റെ ഏരിയ നമുക്ക് കിട്ടും അല്ലേ. ഇതിൻ്റെ ഡബിളായിട്ടുള്ളത് കിട്ടും. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലായല്ലോ. അങ്ങനെ വന്നാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് റെക്ടാങ്കിൾസ് ആൻഡ് സ്ക്വയർസ് ആണ് അല്ലേ. അത് അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.